അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. വിസ്മയ ഗർഭവും തിരുപ്പിറവിയും. വിസ്മയ ഗർഭം. ചരിത്ര നിവേദകൻ ഇമാം സഹ്ൽ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖതീബുൽ ബഗ്ദാദി ഉദ്ധരിക്കും. അബ്ദുല്ലാഹിയുടെ പൊന്മകനായി ഭാര്യ ആമിന റളിയല്ലാഹു അൻഹായുടെ ഉദരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക സൃഷ്ടിപ്പ് നടത്തുവാൻ അല്ലാഹു ഉദ്ദേശിച്ചു. ഗർഭധാരണം റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവിലായിരുന്നു. സന്തോഷം നിറഞ്ഞ ആ രാത്രിയിൽ ആകാശം പ്രത്യേകം പ്രകാശം നിറഞ്ഞതായി മാറി. ആ രാത്രിയിൽ സ്വർഗ കാവൽക്കാരനായ റിദ്വാൻ അലൈഹിസ്സലാമിനോട്, മലാഖയോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു. സ്വർഗം അലങ്കരിക്കുക, ഫിർദൗസ് ഭവനങ്ങളുടെ വാതായനങ്ങൾ തുറന്നിടുക. ആകാശഭൂമികളിലുടനീളം പ്രഖ്യാപനം നടന്നു. അറിയുക, സന്മാർഗ സന്ദേശവാഹകൻ ഒളിഞ്ഞിരുന്ന അമൂല്യ നിക്ഷേപം ഈ രാത്രിയിൽ ആമിനായുടെ ഗർഭാശയത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. സൃഷ്ടിരൂപം പൂർണ്ണമായാൽ താക്കീത്തുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായി മനുഷ്യവംശത്തിൽ അവിടുന്ന് ഉദയം കൊള്ളുന്നതാണ്. ഉദ്ധരണി ഇമാം ഖസ്തല്ലാനി അൽ മവാഹിബ് 1:61. ഈ ആശയമാണ് നാം സാധാരണ മൗലിദി കിതാബിൽ കാണുന്നത്. ലമ്മാ അറാദല്ലാഹു തആല ഇദ്ഹാറൻ നൂരിൽ മഖ്സൂൻ വ ഇബ്റാസൽ ജൗഹരിൽ മക്നൂൻ എന്ന് തുടങ്ങിയ ഇബാറത്ത്. ഇനി ഹിജറ 151 വഫാത്തായ ഇമാം ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവായ ആമിന ബീവി പറയാറുണ്ടായിരുന്നു, മുഹമ്മദിനെ ഗർഭം ധരിച്ചപ്പോൾ എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി. എന്നോട് പറയപ്പെട്ടു, മനുഷ്യ സമുദായത്തിന്റെ നായകനെയാണ് ഗർഭം ചുമന്നത്. കുഞ്ഞു പിറന്നാൽ സർവ അസൂയാലുക്കളിൽ നിന്നും എന്റെ ഈ കുഞ്ഞിനെ മോചിപ്പിക്കാൻ ഏകനായ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നു പ്രാർത്ഥിക്കുക. മഹത്വം ബോധ്യപ്പെടുന്നതിന് ദൃഷ്ടാന്തമുണ്ടാകും. പ്രസവിക്കപ്പെടുമ്പോൾ ഒരു പ്രകാശം പ്രവഹിക്കപ്പെടുന്നതാണ്. ബുസ്റ കൊട്ടാരങ്ങളും മറ്റു പല കാഴ്ചകളും അതിൽ കാണാനാകും. പ്രസവിച്ചാൽ മുഹമ്മദ് എന്ന് പേര് വെക്കുകയും തൗറാത്തിലും ഇൻജീലിലും നാമം മുഹമ്മദ് എന്നായിരിക്കും. ആകാശഭൂനിവാസികൾ മുഴുവൻ പ്രകീർത്തിക്കുന്നത്. ഫുർഖാനിൽ പേര് മുഹമ്മദ് എന്നാണ്. സീറത്ത് ഇബ്നു ഇസ്ഹാഖ് 1:22, സീറത്ത് ഇബ്നു ഹിഷാം 1:293, താരിഖ് തബരി 1:454. ഇമാം തബരി ഒന്നുകൂടി ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയ ഹലീമയോട് മാതാവ് ആമിന റളിയല്ലാഹു അൻഹ പറയുന്നതായി, എന്റെ മോൻ ഗർഭത്തിലായിരിക്കവേ എന്നിൽ നിന്ന് ഒരു ഒളി പുറത്തു വരുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. സുഖകരമായിരുന്നു എന്റെ ഗർഭകാലം. സാധാരണ ഗർഭിണികൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ആമിന ബീവി കണ്ട പ്രകാശം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുസ്നദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അന ദഅവത്തു അബി ഇബ്രാഹിം വ ബിശാറത്തു ഈസാ വ റുഅ്യാ ഉമ്മി അല്ലതി റഅത്. അതെ, ഇർബാദ് ഇബ്നു സാരിയിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു, വിശുദ്ധ ഖുർആനിൽ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആദം നബി അലൈഹിസ്സലാം കളിമണ്ണിലായിരുന്നപ്പോൾ അന്ത്യപ്രവാചകനുമാണ്. അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പിന്നീട് വിവരിച്ചു തരും. എന്റെ പിതാവ് ഇബ്രാഹിം നബി
എന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയും ഈസാ നബി തന്റെ സമുദായത്തിന് അറിയിച്ച സന്തോഷ വാർത്തയും എന്റെ ഉമ്മയുടെ സ്വപ്നവും ഞാനാണ്. ഷാമിലെ കൊട്ടാരങ്ങൾ വെളിവാക്കി കാണും വിധം ഒരു പ്രകാശം തന്നിൽ നിന്ന് പുറപ്പെട്ടതായി മാതാവ് സ്വപ്നം കണ്ടിരുന്നു. അപ്രകാരം പ്രവാചകന്മാരുടെ മാതാക്കൾ സ്വപ്നം കാണാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തിരുപ്പിറവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ധാരാളം അത്ഭുതങ്ങൾ നടന്നതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭാകാല കാഴ്ചകൾ സ്വപ്ന ദർശനമാണെങ്കിൽ പ്രസവ സമയത്ത് നടന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള കാഴ്ചകളായിരുന്നു. ഈ കാര്യം പണ്ഡിതന്മാരായ ഇബ്നു കസീർ അൽ ബിദായിലും ഇമാം മുനാവി ഫൈദുൽ ഖദീറിലും സ്പഷ്ടമാക്കിയിട്ടുണ്ട്. തിരുപ്പിറവി വേളയിൽ മാതാവിൽ നിന്നും നിർഗളിച്ച പ്രകാശം വളരെ വ്യാപകവും ശക്തവുമായിരുന്നു. ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഒരു സംഭവം പറയുന്നു. പ്രമുഖ സഹാബിയായ ഉസ്മാൻ ഇബ്നു അബുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മാതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിയിൽ ആമിന റളിയല്ലാഹു അൻഹായുടെ വീട്ടിലുണ്ടായിരുന്നു. അവർ പറയുകയാണ്, പ്രസവ സമയം അടുത്തപ്പോൾ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും പ്രകാശിക്കുന്നത് കാണാമായിരുന്നു. ഞാൻ പുറത്തേക്ക് നീങ്ങി നോക്കിയപ്പോൾ അവിടെയും പ്രകാശമുണ്ടായിരുന്നു. ആകാശത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ നക്ഷത്രങ്ങൾ ഭൂമിയോട് വളരെ അടുത്തിരിക്കുന്നതായി എനിക്ക് തോന്നി. നക്ഷത്രങ്ങൾ എന്റെ തലയിൽ വന്ന് വീഴുമോ എന്ന് സംശയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിലേക്ക് ഭുജാതനായപ്പോൾ ആമിനായിൽ നിന്നൊരു വിശിഷ്ട പ്രഭ ഒളിവിതറി. വീടും പരിസരവും ആകെ പ്രകാശത്തിൽ കുളിച്ചു നിന്നു. അൽ ഇസാബ 867. ഈ ചരിത്രം താരിഖു തബരിയും ഇബ്നുൽ ജൗസി തന്റെ അൽ വഫയിലും ഇബ്നു കസീർ അൽ ബിദായിലും ഇമാം സുയൂത്തി അൽ ഖസായിസിലും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറ. നബിയെ, തീർച്ചയായും അങ്ങയെ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ക്ഷണിക്കുന്നവനായും പ്രകാശം പൊഴിക്കുന്ന വിളക്കായും നാം അയച്ചിരിക്കുന്നു. നടേ പറഞ്ഞ സംഭവം ജനന സമയത്തെ അത്ഭുത സംഭവമായി വിവരിച്ച ശേഷം അടുത്ത് മരണപ്പെട്ട പ്രശസ്തനായ സൗദി പണ്ഡിതൻ ഗ്രന്ഥകാരനുമായ അബൂബക്കർ അൽ ജസായിരി തന്റെ ഹാദൽ ഹബീബ് യാ മുഹിബ് എന്ന ഗ്രന്ഥത്തിൽ അടിവരയിട്ട് ഇങ്ങനെ പറയുന്നു. 10 പോയിന്റോളം ആ ജനന സമയത്തുള്ള അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ട് അടിവരയിട്ട് അദ്ദേഹം പറയുന്നത്, ഇത് സത്യമാണ്, അസംബന്ധമല്ല, വാസ്തവമാണ്, കളവല്ല. വിഗ്രഹങ്ങൾ തലകുത്തി വീണു. വറഖത്ത് ബിൻ നൗഫൽ, സയ്യിദ് ബിൻ അംർ, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, ഉസ്മാൻ ബിൻ അൽ ഹുവൈരിസ് തുടങ്ങിയവർ അവരുടെ വിഗ്രഹങ്ങളിൽ ഒന്നിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു. എല്ലാ വർഷത്തിലും പ്രസ്തുത ദിവസം അവർ അതിന്റെ അരികിൽ മേളിക്കുകയും ആ ദിവസം ഒരു ഉത്സവ ദിവസമായി ആചരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ആ വിഗ്രഹത്തെ അവർ ആരാധിക്കുകയും അതിനുവേണ്ടി ഒട്ടകത്തെ അറുക്കുകയും പിന്നീട് അവർ ഭക്ഷിക്കുകയും കള്ളു കുടിക്കുകയും അതിന്റെ അടുക്കൽ ഭജനമിരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ രാത്രി അവർ അതിനെ സമീപിച്ചപ്പോൾ മുഖം കുത്തി വീണ് കിടക്കുകയാണ്. ആ കാഴ്ചയാണ് അവർ കണ്ടത്. ഇതിൽ മനപ്രയാസം തോന്നി അവർ അതിനെ പൂർവസ്ഥിതിയിലേക്ക് മടക്കി നോക്കി. പക്ഷേ ഫലമുണ്ടായില്ല. മുമ്പത്തേതിനേക്കാൾ ശക്തമായി അത് വീണ്ടും മുഖം കുത്തി വീഴുകയായിരുന്നു. 3 പ്രാവശ്യം പുനഃപ്രതിഷ്ഠ തുടർന്നെങ്കിലും ഫലം പഴയതുപോലെ തന്നെ. അതിലവർ അങ്ങേയറ്റം ദുഃഖിക്കുകയും കാര്യഗൗരവമുള്ള ഒന്നായി കാണുകയും ചെയ്തു. അപ്പോൾ ഉസ്മാൻ ബിൻ അൽ ഹുവൈരിസ് പറഞ്ഞു, ഇതിനെന്തു പറ്റി? പല പ്രാവശ്യം അത് തലക്കീഴായി വീണുവല്ലോ. തീർച്ചയായും ഇതെന്തോ പുതിയ ഒരു സംഭവമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബിദായിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിയിലായിരുന്നു പ്രസ്തുത സംഭവം നടന്നത്. ഒരു പേർഷ്യയിൽ നടന്നത്. അന്ന് വലിയ സാമ്രാജ്യത്വ ശക്തിയായിരുന്നു പേർഷ്യയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനന സമയത്തു ചില അത്ഭുതങ്ങൾ ഉണ്ടായി. പേർഷ്യൻ കൊട്ടാരം പ്രകമ്പനം കൊള്ളുകയും അതിൽ സംവിധാനിച്ചിരുന്ന
14 ഗോപുരങ്ങൾ മട്ടുപ്പാവുകൾ അടർന്നു വീഴുകയും ചെയ്തു. ഓരോ ഗോപുരത്തിന്റെയും നീളം 15 മുഴമായിരുന്നു. കെട്ടിടങ്ങളുടെ മുകളിൽ ഉണ്ടാക്കാറുള്ള ചെറിയ എടുപ്പുകൾക്കാണ് ഷുറുഫത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം അവർ ആരാധിച്ചിരുന്നതും നൂറ്റാണ്ടുകളായി അണയാതെ ജ്വലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന അഗ്നികുണ്ഠം പൊലിയുകയുണ്ടായി. സാവാ തടാകം വരണ്ടുണങ്ങി. അൽ വഫ 183, മദാരിജ് സുഊദ് പേജ് 19. പിശാചിന് നിയന്ത്രണം. മനുഷ്യരുടെ ആത്യന്തിക ശത്രുവായ പിശാച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജാതനായപ്പോൾ ഒച്ച വെച്ച് കരഞ്ഞതായി ചില നിവേദനങ്ങളിൽ കാണുന്നുണ്ട്. ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്, പിശാച് നിരാശ പൂണ്ട് ഒച്ച വെച്ച് നിലവിളിച്ചത് 4 തവണയാണ്. ഒന്ന് പിശാച് ശപിക്കപ്പെട്ടപ്പോൾ തന്നെ, രണ്ടാമതായി സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടപ്പോഴാണ്, മൂന്നാമതായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടപ്പോഴാണ്, നാലാമതായി സൂറത്തുൽ ഫാത്തിഹ അവതീർണമായപ്പോൾ. സീറത്തുൻ നബവിയ 1:213, സുബുലുൽ ഹുദ 1:350. വീണ്ടും പിശാചിക്കളുടെ ആകാശബന്ധം തകർക്കപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനിൽ പിശാചിക്കൾക്ക് ആകാശ ലോകത്ത് നടക്കുന്ന ചില വാർത്തകൾ ചോർത്തിയെടുക്കാനുള്ള പഴുതുകൾ അള്ളാഹു അനുവദിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അധ്യായം 15 സൂക്തം 18. അവരത് തങ്ങളുടെ സേവകന്മാർക്ക് കൈമാറാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വ ലബ്ധിയോടെയാണ് പിശാചിക്കളുടെ ആകാശബന്ധം പൂർണ്ണമായി അവസാനിച്ചതെങ്കിലും അവിടുത്തെ തിരുപ്പിറവിയോടെ പ്രസ്തുത നിരോധനത്തിന് നന്ദി കുറിച്ചിരുന്നു. ഇമാം സുയൂത്തി അൽ ഖസായിസ് 1:87 ഉദ്ധരിക്കുന്നു, ഇബ്ലീസിന് 7 ആകാശങ്ങളിലും പ്രവേശനം ലഭിച്ചിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ജനനത്തോടെ 3 ആകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റം വിലക്കപ്പെട്ടു. പിന്നീട് പിശാച് 4 ആകാശങ്ങളിൽ നിന്ന് വാർത്തകൾ ശേഖരിക്കാറുണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതോടെ എല്ലാ ആകാശങ്ങളിൽ നിന്നും പിശാചിനെ ദൂരീകരിക്കപ്പെടുകയുണ്ടായി. ഇനി അൽ ഖസായിസിലും അബൂ നുഐം ദലായിലുൻ നബുവയിലും അൽ ബിദായയിലും അൽ ഖസായി എല്ലാം രേഖപ്പെടുത്തപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടിലിൽ സംസാരിച്ച ഒരു വിഷയമാണ്. ഇത് നിഷേധിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഈസാ നബി അലൈഹിസ്സലാം കൊച്ചുകുട്ടിയായിരിക്കെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് ഖുർആനിലുണ്ട്. ജുറൈജ് റളിയല്ലാഹു അൻഹു വിശുദ്ധി തെളിയിക്കാനായി ഒരു കുഞ്ഞ് ജനിച്ചയുടൻ പിതാവിന്റെ നാമം വെളിപ്പെടുത്തിയത് സ്വഹീഹ് മുസ്ലിമിലും 2550 ഹദീസായി നമുക്ക് വായിക്കാവുന്നതാണ്. പാത്രം പിളർന്നു. കുഞ്ഞുങ്ങൾ പിറക്കുന്നത് രാത്രിയിലാണെങ്കിൽ ഒരു പാത്രം കൊണ്ടോ മറ്റോ കുഞ്ഞിനെ മൂടി വെക്കുന്നത് അറബികളിലെ ഒരു ആചാരമായിരുന്നു. വെളിച്ചമുള്ള ലോകത്തെയാണ് കുഞ്ഞുങ്ങൾക്ക് കാണിക്കേണ്ടത് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ കുഞ്ഞിനെ ഒരു പാത്രം കൊണ്ട് മൂടിയിരുന്നു. അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പാത്രം പിളർന്നു 2 കഷണമായി കിടക്കുന്നു. അവൻ തള്ളവിരൽ ഈമ്പിക്കുടിക്കുന്നത് കാണാമായിരുന്നു. അൽ വഫ ഇബ്നുൽ ജൗസി 1:95 നമുക്കിത് വായിക്കപ്പെടാം. മക്ഹൂലൻ മഖ്തൂനൻ മഖ്തൂഅസ് സുറ, ചേലാകർമ്മം ചെയ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുർമയിടപ്പെട്ടവരായി, പൊക്കിൽ കൊടി ഛേദിക്കപ്പെട്ടവരായി ഇമാം ബൈഹഖി സ്വഹാബിയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതായി ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേലാകർമ്മം ചെയ്യപ്പെട്ട് പൊക്കിൽ കൊടി മുറിക്കപ്പെട്ട അവസ്ഥയിലാണ് ജനിച്ചത് എന്ന് മാത്രമല്ല, അൽ ഹാഫിൽ ഇബ്നു അസാകിർ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എനിക്ക് അല്ലാഹു നൽകിയ ആദരവുകളിൽപ്പെട്ടതാണ് വമിൻ കറാമതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എനിക്ക് അല്ലാഹു നൽകിയ ആദരവുകളിൽപ്പെട്ടതാണ്
ഞാൻ ചേലാകർമ്മം നൽകപ്പെട്ട നിലയിൽ പ്രസവിക്കപ്പെട്ടത്. എന്റെ ഗുഹ്യഭാഗം ആരും കണ്ടിട്ടില്ല. വലം യറ അഹദുൻ സൗഅതി എന്ന് തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഈ ഹദീസ് സ്വഹീഹാണെന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വാഹിദ് റിയാഉദ്ദീൻ അൽ മഖ്ദിസി തന്റെ അൽ മുഖ്താറയിൽ അഭിപ്രായപ്പെട്ടതായി ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ മവാഹിബ് 1:70, അൽ ഖസായിസ് 1:90. വീണ്ടും ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇമാം ഹാക്കിം അൽ മുസ്തദറക്കിൽ നിഷേധിക്കാൻ പറ്റാത്ത വിധം ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറയുന്നു. ഇനി സാഷ്ടാംഗ രൂപത്തിലാണ് ജനനം. ഇമാം ഖാദി ഇയാൽ ഉദ്ധരിച്ചതായി ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. പ്രമുഖ സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മാതാവായ ഷിഫ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കരങ്ങൾ നിലത്തുകുത്തിയാണ് ജനിച്ചത്. ആ സമയത്ത് എവിടെ നിന്നോ ചില ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ആശംസകളായിരുന്നു അത്. അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന അഭിവാദനം കേൾക്കുകയുണ്ടായി. റോം രാജ്യത്തെ കൊട്ടാരങ്ങൾ ദൃശ്യമാകും വിധത്തിൽ ഒരത്ഭുത പ്രകാശം അവിടെ പ്രഭ ചൊരിഞ്ഞിരുന്നു. അവസാനമായി ജന്മദിനമാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വത്തഫഖൂ അലാ അന്നഹു വുലിദ യൗമുൽ ഇത്നൈൻ മിൻ ശഹ്രി റബീഉൽ അവ്വൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വലിനാണ് എന്നത് പണ്ഡിതന്മാർ ഐക്യപ്പെട്ടിരിക്കുകയാണ്. വഹാദാ ഹുവൽ മശ്ഹൂറു ഇൻദൽ ജുംഹൂർ എന്ന് വളരെ വ്യക്തമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമെന്ന് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇബ്നു കസീർ സീറത്തുൻ നബവിയിലും അൽ ബിദായത്തു വന്നിഹായിലും ഇബ്നു കസീറും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസത്തെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, തിങ്കളാഴ്ച ദിവസം ഞാൻ പ്രസവിക്കപ്പെട്ടു, അതിൽ എനിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതിന് ശക്തി നൽകിക്കൊണ്ട് ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുകയാണ്, റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതെന്ന് അഭിപ്രായമുണ്ട്. ഇതനുസരിച്ചാണ് പൂർവകാലത്തും വർത്തമാനകാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം മക്കക്കാർ റബീഉൽ അവ്വൽ 12-ന് സന്ദർശിച്ചു വരുന്നത്. സുർഖാനി അടക്കം മവാഹിബ് അല്ലാമ മുനാവിർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ് ഫൈദുൽ ഖദീറിൽ, ആനക്കലഹം നടന്ന വർഷം റബീഉൽ അവ്വൽ 12-ന് ഫജ്റിന്റെ അല്പം പിറകെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്നതാണ് പ്രബല അഭിപ്രായം. ഇനി മുഹമ്മദ് എന്ന ജീവചരിത്ര ഗ്രന്ഥകർത്താവ് മുഹമ്മദ് റിള തന്റെ മുഹമ്മദ് എന്ന പേജ് 25-ൽ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, റബീഉൽ അവ്വൽ 12-ന് പ്രഭാതോദയത്തിന് മുമ്പ് മക്കാനിവാസികൾ ഈ ശ്രേഷ്ഠ സ്ഥലം സന്ദർശിക്കാറുണ്ടെന്നും പ്രത്യേക ചടങ്ങുകൾ നടത്താറുണ്ടെന്നും ഉറപ്പിച്ച് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് വിസ്മയഗർഭവും തിരുപ്പിറവിയും എന്ന ഈ പ്രബന്ധം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.